512 ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. 52 സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവെപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ വ്യാപാര കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 47 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 512 വ്യാപാര കേന്ദ്രങ്ങളിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തിയ 52 സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവെച്ചു. 108 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും 56 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി സിനിമാ താരം കനി കുസൃതി കാൻ ഫിലിം ഫെസ്റ്റിവൽ വേദിയിലാണ് പലസ്തീൻ പ്രതീകമായ തണ്ണിമത്തൻ വാനിറ്റി ബാഗുമായി കനി എത്തിയത്. കനി ഈ ബാഗും പിടിച്ചു നിൽക്കുന്ന ചിത്രം നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ പ്രദർശനത്തിന്റെ ഭാഗമായിട്ടാണ് കനി കുസൃതി കാനിന് എത്തിയത്. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കനിയാണ്. കാനിൽ നിന്ന് ശ്യാം കുറുപ്പ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, ഈ കനി കുസൃതിയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയ വാളുകളിൽ രംഗത്ത് വരുന്നത്. ഈ കനിയുടെ ഇന്നത്തെ നീക്കം, ഒപ്പം കാനിന്റെ ആഘോഷ കാഴ്ചകൾ എങ്ങനെയാണ്? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനത് അറിഞ്ഞു. അപ്പൊ ഞാൻ ഒരു 10 ദിവസം കാനിലുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എയർപോർട്ടിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ ഇവിടെ മലയാളി പ്രസൻസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. 30 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഒരു ഇന്ത്യൻ ഫിലിം കൂടെ വരുന്നത്. അപ്പൊ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഇവിടെ മലയാളം സിനിമകൾ മാർക്കറ്റ് സ്ക്രീനിങ്, ഇപ്പൊ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ കൂടെ തന്നെ മാർഷേഡു ഫിലിംസുമായിട്ട് ബിസിനസ് മാർക്കറ്റ് സ്ക്രീനിങ് നടക്കാറുണ്ട്. അവിടെ 4 മലയാളം സിനിമകളാണ് ഇപ്പൊ പ്ലേ ചെയ്യുന്നത്. ഒന്ന് വടക്കൻ, പിന്നെ ആടുജീവിതം, പൊയ്യാമൊഴി, പിന്നെ സുധാഷ എന്ന് പറഞ്ഞ മലയാളി ഫിലിം മേക്കറുടെ ചുരുളി. അപ്പൊ അത് പാരലായിട്ട് നടക്കുന്നുണ്ട് മാർക്കറ്റ് സ്ക്രീനിങ്ങിൽ. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രസൻസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്. പിന്നെ ട്രേഡ് ഫെയർ ഉണ്ട്. കാൻ സെന്റർ ട്രേഡ് ഫെയർ തന്നെ ആടുജീവിതം, 2018 മലക്കോട്ടെ വാലിബൻ, പാരഡൈസ് എന്ന് പറയുന്ന സിനിമ, വാലാട്ടി, ഇതെല്ലാം ഒരുപാട് ഇന്റർനാഷണൽ സെയിൽസ് നടത്തി കഴിഞ്ഞു. ഈ 4 ദിവസം കൂടെ തന്നെ പല രാജ്യങ്ങളിൽ വിറ്റ് കഴിഞ്ഞു. അപ്പം അങ്ങനെ നല്ലൊരു ഗുഡ് ന്യൂസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക്. ഇപ്പൊ എല്ലാവരും ഇവിടെ മലയാള സിനിമ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്. പറയുമ്പോൾ തന്നെ പണ്ട് ബോളിവുഡ് എന്ന് പറയുന്ന സമയങ്ങളിൽ ഇപ്പം മലയാളം ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ബോളിവുഡ് എന്ന് പറയുന്നത് ഇവിടെ. യെസ്, എന്തായാലും കനി കുസൃതി അത് മലയാളത്തിന് അഭിമാനമാണ്. ഒപ്പം ഈ പാലസ്തീൻ ഐക്യദാർഢ്യം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടും. ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും അത് വലിയ ചർച്ചയാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും കനി കുസൃതിയുടെ കാൻ ചലച്ചിത്ര വേദിയിലെ നീക്കങ്ങൾ അത് അങ്ങേയറ്റം ശ്രദ്ധേയമാവും.